ഹലോ ഗൈസ്, ഇന്ന് ഞാൻ തക്കാളി റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അതെങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കഴിച്ച സംഭവമാണ്. അപ്പോഴേ ഞാനിവിടെ ട്രൈ ചെയ്തതൊക്കെയാണ്. നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടാം. പിന്നെ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ അമ്മ ഇരുന്ന് ചിരിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ചിരി എനിക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ആദ്യമായിട്ട് നമ്മൾ നെയ്യ് ഒഴിക്കണം. നെയ്യ് ഞാൻ ഒരു 10-ൻ്റെ നെയ്യാണ് വാങ്ങിയത്. അത് 2 പാക്കറ്റ് നെയ്യ് എടുത്തു. ആ 2 പാക്കറ്റ് നെയ്യ് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ചൂടാവാനായിട്ട് നോക്കുക. അടുത്തതായിട്ട് ഗ്രാമ്പു, പട്ട, ഏലക്ക ചേർത്ത് തീ ശകലം കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ. അതിൻ്റെ കൂടെ സവാള ആഡ് ചെയ്തു. സവാള ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് അതിനൊന്ന് കിണ്ടി എടുത്ത്. അടുത്തത് പച്ചമുളകാണ് ഇടുന്നത്. കുറച്ച് പച്ചമുളകും കൂടെ അതിൽ ചേർക്കണം. അതൊന്ന് ജസ്റ്റ് കിണ്ടി വഴറ്റി എടുത്തതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ അടുത്തത് ഇഞ്ചി പേസ്റ്റ് ഉണ്ടല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, ഇത് രണ്ടും കൂടെ അതിലോട്ട് ഇടണം. ഇതൊന്ന് വഴണ്ട് ഇപ്പം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഉപ്പിടണം. അപ്പം ആദ്യം നമുക്ക് തക്കാളി ഒന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പിടുന്നത് ഞാൻ സ്പൂണിലല്ല, എനിക്ക് കയ്യിലിട്ടാലേ അറിയാവുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രത്തോളം മതിയാവും. കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് ഇതെല്ലാം ഞാനിപ്പോൾ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് അടച്ചിട്ട് വേവിക്കണം. അടച്ചിട്ട് വേവിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലാകെ വേറൊരു പാത്രമില്ല, ഇഡ്ഡലി കുട്ടുവത്തിൻ്റെ അടപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ അത് കറക്റ്റ് സെയിം ആയിട്ട് ഇഡ്ഡലി കുട്ടുവത്തിൻ്റെ അടപ്പാണ് വെച്ചെടുക്കുന്നത്. ഇനി അടപ്പ് വേറെ ഇല്ല. അപ്പോൾ ഞാൻ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു കുറച്ച് നേരം ആയിട്ടുണ്ട്. നല്ല മണമുണ്ട് ഗൈസ്, അടിപൊളി മണം. നമ്മൾ ഏതാണ്ട് ബിരിയാണി കണക്കായി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുത്തെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതെല്ലാം കൂടെ ഉണ്ട്. അതെല്ലാം കൂടെ ഞാൻ ഇതിലോട്ട് തട്ടുകയാണ്. തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് കഴിക്കുമ്പോഴേക്കും ബാക്കി പരിപാടിയില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് മസാല ഏകദേശം ആയിട്ടുണ്ട്. ഇത് തന്നെയാണ് എൻ്റെ ഏറ്റവും മികച്ച പരിപാടി. നമ്മളെ പച്ചരിയാണ് ഞാൻ ഇതിന് ചോറായിട്ട് എടുത്തിരിക്കുന്നത്. സാധാരണ ബിരിയാണി റൈസൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇവിടെ വീട്ടിലുള്ള പച്ചരി എടുത്ത് വെച്ചൊന്ന് ജസ്റ്റ് വേവിച്ച് ചിലപ്പോൾ അതിൽ തട്ടുകയാണ്. ബിരിയാണിയിലൊരു സെറ്റപ്പ് കിട്ടുമായിരിക്കും, അറിഞ്ഞുകൂടാ. എന്തായാലും ജസ്റ്റ് ഒന്ന് ഇട്ട് മണമൊക്കെ ഉണ്ട്, അടിപൊളിയാണ് ഗേസ്. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഒരു ഭംഗിക്ക് അതിൻ്റെ മേളിലിടുകയാണ്. നമ്മളായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത് സർവ് ചെയ്യുമ്പോൾ കാണാം. കൂടെ സലാഡും അച്ചാറും പപ്പടവും കൂടെ ആകുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ സാധനം റെഡി ആയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, അടിപൊളി ഒരു സാധനം തന്നെയാണ്. ഞാനിത് ഫ്രണ്ടിൽ പോയിരുന്നതിന് കഴിക്കാം. ഓക്കെ, എനിക്ക് കണ്ടിട്ട് തന്നെ കൊതിയാവണ്. ഞാൻ സംഭവം ബിരിയാണി കണക്കായി. കുറച്ച് ചിക്കനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായതിനെ. അപ്പം ഞാനത് കഴിച്ചു നോക്കാമേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം എൻ്റെ തെറ്റുകൾ. ഞാൻ കുറച്ച് സലാഡൊക്കെ എടുത്ത് പരിപ്പൊക്കെ എടുത്തിട്ട് കൊള്ളാം, സാധനം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മാത്രം കഴിച്ചാൽ പോരാ, അപ്പോൾ ആ അമ്മയ്ക്കും കൂടെ കൊണ്ടു കൊടുക്കാം. അമ്മ എന്തിനു പറയുന്നുണ്ട്, അമ്മ ഇന്ന് വരെ കഴിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ എന്തായാലും കൊണ്ടു കൊടുക്കാം അമ്മയ്ക്ക്. പത്രം വെച്ചോ, അപ്പുറം കയ്യിൽ വെച്ചോ. അപ്പോൾ ഗൈസ്, ഞാൻ എപ്പോഴും ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിനകത്ത് മൊത്തം ഇരുട്ടാണ്. പിന്നെ അമ്മയുടെ റൂമിൽ വെച്ച് എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ സാധനം ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കട്ടെ. എനിക്ക് അടിപൊളി ഇഷ്ടമായി. എൻ്റെ വായിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്. നീ അമ്മയ്ക്ക് കൊടുത്തു നോക്കാം. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉള്ളത് എന്നൊക്കെ പറയണേ. കുറ്റം പറഞ്ഞെന്നെ കളിയാക്കരുത്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? കൊള്ളാമോ? എങ്ങനെ ഇരിക്കണേ? ബിരിയാണിയാ? ബിരിയാണി കണക്കിരിക്കണ? ഇത് എന്ത് കണക്കിരിക്കണ? അമ്മ മസാലയും എല്ലാത്തിന്റെ ചെറിയെന്ന് പറയുമ്പോൾ ഇതുവരെ കറക്റ്റ് ആയില്ല. ഇനി നമ്മൾ കഴിച്ചിട്ട് കാണാം. ശരി, ഓക്കെ, ബൈ.